എന്നും മാന്തിക്കരുത്. ലക്ഷദ്വീപിലെ കിൽത്താൻ ദ്വീപിൽ നിന്നുകൊണ്ട് സംസാരിക്കുമ്പോ ഇതിന്റെ തൊട്ടടുത്തുള്ള രാജ്യങ്ങളല്ലേ അഗത്തിയിൽ വിശുദ്ധ ഖുർആനിന്റെ കോപ്പികൾ കൊണ്ട് കക്കൂസിന്റെ ക്ലോസറ്റിലേക്ക് എറിഞ്ഞതാരാ? അവിടെയുള്ള സലഫികളാണോ? അതേപോലെ തന്നെ നിങ്ങൾ വാർപ്പിന്റെ പണി നടത്തുമ്പോ വാർപ്പിന്റെ ഓട്ടയടക്കാൻ വേണ്ടി ഖുർആനിന്റെ കോപ്പികൾ കൊണ്ട് തിരികെ കൊടുത്തതാരാണ്? അവിടെയുണ്ടായിരുന്ന പണിക്കാരായ ബംഗാളികൾ വരെ അമുസ്ലിമീങ്ങൾ വരെ ചോദിച്ചു അത്രേ, ഓ മുസ്ലിയാരെ, നിങ്ങളെന്താ ഇത് ഞങ്ങൾക്ക് തരുന്നത്? ഇത് നിങ്ങളുടെ ബൈബിളല്ലേ എന്ന് ചോദിച്ചപ്പോ പറഞ്ഞു, അതൊന്നും കുഴപ്പമില്ല, അതൊന്നും തകരാറില്ല, അതൊക്കെ ഒഴിവാക്കിയതാണെന്ന് പറഞ്ഞിട്ട് വിശുദ്ധ ഖുർആനിന്റെ പേജുകൾ എടുത്തുകൊണ്ട് നിങ്ങൾ പിച്ചിക്കീറി കിണറ്റിലേക്ക് എറിഞ്ഞു. അതുപോലെ തന്നെ വാർപ്പിന്റെ പണി നടക്കുമ്പോ തുളകൾ അടക്കാൻ വേണ്ടി നിങ്ങൾ ഖുർആനിന്റെ പേജ് ഉപയോഗപ്പെടുത്തി. എത്രത്തോളം ഖുർആനിന്റെ പേജുകൾ കൊണ്ട് നിങ്ങൾ ക്ലോസറ്റിൽ ഉപയോഗപ്പെടുത്തി, നിങ്ങൾ മലം തുടക്കാൻ വരെ ഉപയോഗപ്പെടുത്തി എന്ന് ഞാനല്ല പറയുന്നത്. നിങ്ങളൊന്ന് നിഷേധിക്ക് തന്റെ ഇടമുണ്ടെങ്കിൽ നിങ്ങളുടെ പ്രസിദ്ധീകരണങ്ങളിൽ നിങ്ങൾ വലിയ APK തർക്കം ദ്വീപിൽ കൊടുമ്പിരിക്കൊള്ളുന്ന കാലത്ത് നിങ്ങൾ എന്താ വിചാരിച്ചത്? ഞങ്ങളിതൊക്കെ മറന്നു എന്നാണോ? ആ ഒരു പെട്ടി ഞങ്ങളൊക്കെ വീട്ടിൽ വെച്ചിരിക്കുകയാണ്, അതൊന്നും തുറക്കണ്ടെന്ന് വിചാരിച്ചതാണ്. പക്ഷേ നിങ്ങൾ ഞങ്ങളെ കൊണ്ട് മാന്തിക്കരുത്. നിങ്ങൾ ഇവിടെ എന്തൊക്കെ പ്രവർത്തനങ്ങൾ ചെയ്തിട്ടുണ്ടെന്ന് ഞങ്ങൾക്ക് നന്നായി അറിയാം. നിഷേധിക്കാൻ നിങ്ങൾക്ക് കഴിയുമോ? നിങ്ങളുടെ പ്രസിദ്ധീകരണങ്ങളിൽ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ പച്ച മലയാളത്തിൽ നിങ്ങൾ എഴുതിവിട്ടിട്ടില്ലേ? അതുകൊണ്ട് അമ്മാതിരി ബടായിയുമായിട്ട് ഇങ്ങോട്ട് വരണ്ട, അതും പറഞ്ഞ് ജനങ്ങൾ വരട്ടണ്ട.